പ്രിയമുള്ളവരെ, ദേശാഭിമാനി മുഖപ്രസംഗം ഡിസംബർ 11, 2015. കുനിയാൻ പറഞ്ഞാൽ നിലത്തിഴയും. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി കേരളം സന്ദർശിക്കുന്ന നരേന്ദ്രമോദിക്ക് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടുത്തെ മന്ത്രിസഭയുമായി സാവകാശം ചർച്ച ചെയ്യാൻ വേണ്ട സമയം അനുവദിക്കാൻ വയ്യ എന്നത് നിർഭാഗ്യകരമാണ്. അതിലുപരി കേരളത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമായ നടപടിയാണ്. ഈ ആക്ഷേപം ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താതെ ഏറ്റുവാങ്ങുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടാകട്ടെ അങ്ങേയറ്റം ലജ്ജാവഹവും. 2 ദിവസം പ്രധാനമന്ത്രി കേരളത്തിലുണ്ട്. 14, 15 തീയതികളിൽ കൊച്ചിയിൽ സ്വീകരണം ഏറ്റുവാങ്ങാൻ സമയമുണ്ട്. ഡ്രൈ സർവീസ് ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങാനും ഹെലികോപ്റ്ററിൽ പറന്നു ചെന്ന് BJP സമ്മേളനത്തിൽ പ്രസംഗിക്കാനും സമയമുണ്ട്. 48 മണിക്കൂർ കേരളത്തിൽ തങ്ങുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ 2 മണിക്കൂർ നീക്കിവെക്കാൻ സമയമില്ല. കേരളത്തെ അപമാനിക്കലാണ് ഇത്. ഏറ്റവും ആക്ഷേപകരമായ കാര്യം, കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച മന്ത്രിസഭയോട് താൻ മടങ്ങിപ്പോകുമ്പോൾ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്ന് വേണമെങ്കിൽ തന്നെ കാണാവുന്നതാണ് എന്ന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു എന്നതാണ്. രാജ്ഭവനിൽ കാണാൻ പറ്റില്ല, താമസിക്കുന്ന താജ് മലബാറിൽ കാണാൻ പറ്റില്ല, മടക്കയാത്രയിൽ ടെക്നിക്കൽ ഏരിയയിൽ വന്നാൽ കാണാം. വിശദമായി കാണാനോ ചർച്ച ചെയ്യാനോ സൗകര്യപ്പെടില്ല എന്ന് ചുരുക്കം. വിയോജിപ്പ് ഒരക്ഷരം പറയാതെ, വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ് UDF മന്ത്രിസഭ. നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധമായ ഈ നിലപാടിനെ ജനാധിപത്യ ക്രമത്തിൽ കേന്ദ്രം യജമാനനും സംസ്ഥാനങ്ങൾ ദാസ്യപ്രവിശ്യകളും അല്ല, ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തിന് നിരക്കുന്ന രീതിയിലാണ് കേന്ദ്രമായാലും പ്രധാനമന്ത്രിയായാലും പെരുമാറേണ്ടത്. അതിന് നിരക്കാത്ത ധാർഷ്ട്യമാണ് നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത്. അത് വകവച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമല്ല കേരളം. ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇതിനെ എതിർക്കാനുള്ള ആർജവം കാട്ടാത്തത് കേന്ദ്രത്തോടും BJPയോടുമുള്ള ദാസ്യമനോഭാവമാണ് അവരെ നയിക്കുന്നത് എന്നതുകൊണ്ടാവാം. ഏത് ആക്ഷേപവും സഹിച്ച് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം കൈവെടിഞ്ഞ് ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി നിന്നാൽ കേരളത്തിന് നഷ്ടങ്ങളുടെ പരമ്പരകളെ ഉണ്ടാകൂ. അതെങ്കിലും തിരിച്ചറിയണം ഭരണാധികാരികൾ. ശിവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്ന് വേലിക്കപ്പുറത്ത് നിന്ന് തന്നെ കണ്ടുകൊള്ളാൻ മോഡി അനുവദിച്ചത് തന്നെ വലിയ അനുഗ്രഹം എന്ന മട്ടിലാണ് ഈ മന്ത്രിസഭ എടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ ഇത്തരമൊരു മനോഭാവമാകില്ല സംസ്ഥാന മന്ത്രിസഭ പുലർത്തുക. ടെക്നിക്കൽ ഏരിയയിൽ ചെന്ന് കാത്തുകിടന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് എത്ര സമയം അനുവദിക്കുമെന്ന് പോലും നിശ്ചയമില്ല. പ്രധാനമന്ത്രിയുടെ യാത്രാരേഖകളിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയമേ നീക്കിവെച്ചിട്ടില്ല എന്ന് ചുരുക്കം. വല്ല നിവേദനമോ മറ്റോ കിട്ടിയാൽ അത് വാങ്ങിച്ചാലായി, വാങ്ങിച്ചില്ലെങ്കിലുമായി. ഇതിൽ പരം അപമാനിക്കാനുണ്ടോ കേരളത്തെ? പ്രധാനമന്ത്രി ഡൽഹിയിൽ വച്ചോ കേരളത്തിൽ വച്ചോ കാര്യങ്ങൾ ധരിപ്പിക്കാനാകില്ല എന്നതാണ് സ്ഥിതി. കേരളത്തിലെ മന്ത്രിമാർ പലതവണ ഡൽഹിക്ക് പറന്നു, എന്നാൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലാണ്. പക്ഷേ പ്രധാനമന്ത്രിയെയോ പ്രധാനപ്പെട്ട മറ്റു മന്ത്രിമാരെയോ കാണലില്ല. കാര്യമായ പണിയൊന്നുമില്ലാതെ ഇരിക്കുന്ന വല്ല ഉമാഭാരതിയെയോ ഹഡ്കോ ചെയർമാനെയോ മറ്റോ കണ്ട് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങ് പോരും. ഈ കേന്ദ്രവും നട്ടലില്ലാത്ത കേരള മന്ത്രിസംഘവും ചേർന്ന് കേരളത്തിന്റെ അടിസ്ഥാന താൽപര്യങ്ങൾ ബലികഴിക്കുകയാണ്. പൊതുബജറ്റും റെയിൽവേ ബജറ്റും വരാൻ പോവുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കകൾ ഉയരുന്നു. കേന്ദ്രം പ്രഖ്യാപിച്ച മിക്കവാറും പദ്ധതികൾ കടലാസിൽ കിടക്കുകയാണ്. പല കേന്ദ്ര പദ്ധതികളിൽ നിന്നും കേരളം ഒഴിവാക്കുകയാണ്. ഇറക്കുമതി നയം കൊണ്ട് റബ്ബർ നാളികേര കർഷകർ പൊറുതിമുട്ടുകയാണ്. ഗൾഫ് പണം പ്രത്യുൽപാദനപരമായി ഉപയോഗിക്കാൻ പദ്ധതികളില്ലാത്ത സ്ഥിതിയാണ്. കേരളത്തിന്റെ പൊതുകടം
1,53,523 കോടിയിലേക്ക് കുതിച്ചെത്തുകയാണ്. അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം മൂക്കുകുത്തുകയാണ്. ഇതിന്റെ ഗുരുതരമായ നാനാവശങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ടതുണ്ട്. ബജറ്റിൽ കേരളത്തിന്റേതായി ഉൾപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായകമായ നിലപാട് എടുപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു കാര്യവും നേരെ ചൊവ്വെ അറിയിക്കാൻ കേരള ഭരണക്കാർക്കും അത് കേൾക്കാൻ കേന്ദ്ര ഭരണക്കാർക്കും കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ സംസ്ഥാന താൽപര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും? ആത്മാഭിമാനത്തോടെ ശിരസ്സുയർത്തി നിന്ന് കേരളത്തിന്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ കെൽപ്പുള്ള നേതൃത്വം കേരളത്തിനുണ്ടാകണം. അത്തരമൊരു രാഷ്ട്രീയ നേതൃത്വമുണ്ടായാൽ അതിനെ അവഗണിക്കില്ല ഒരു കേന്ദ്രവും. സംസ്ഥാനങ്ങളിൽ നിന്നും സമാഹരിക്കപ്പെടുന്ന വിഭവങ്ങളുടെ മിനുക്കമാണ് ഡൽഹിയിൽ കാണുന്നതെന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയെ ഓർമ്മിപ്പിക്കാനുള്ള കരുത്ത് സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകണം. മോഡിയെ BJP മുഖ്യമന്ത്രിമാർ ഭയക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. അവരെക്കാൾ ഭയം കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് എന്തിനാണ്? വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്ന് തന്നെ കണ്ടുകൊള്ളാൻ പറയുന്ന പ്രധാനമന്ത്രിയോട് അദ്ദേഹം അർഹിക്കുന്ന ഭാഷയിൽ സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായേനെ. സംസ്ഥാനങ്ങളോടുള്ള മനോഭാവം മാറ്റാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായേനെ. എന്നാൽ അത്തരമൊരു നിലപാടെടുക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉയർന്ന ജനാധിപത്യ ബോധവും ജനപിന്തുണയിലുള്ള വിശ്വാസവും ആത്മാഭിമാനവും വേണം. അതില്ലാത്തവർക്ക് മുട്ടി നിൽക്കാനും നിലത്തിഴയാനുമേ കഴിയൂ. ഈ ദാസ്യവൃത്തി സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തെയാണ് അപകടപ്പെടുത്തുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ദേശാഭിമാനി മുഖപ്രസംഗം ശ്രവിച്ച ഏവർക്കും CPIM സൈബർ വോയിസിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.